ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ആദർശ് നല്ല രീതിയിൽ പണി കിട്ടി അനന്തപുരിയിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ കൺമുന്നിൽ നീ നിന്ന് പോകരുത്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അങ്ങനെ ആദർശ് തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് എന്നുള്ള കാര്യം കേട്ടോ. അത് ചില ലക്ഷ്യങ്ങളൊക്കെ ആദർശ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ആദർശ് ഇറങ്ങി പോകുമ്പോൾ നയനിക്കും ദേവയാനിക്കും ഒക്കെ നല്ല വിഷമമാവുന്നുണ്ടെങ്കിലും ആദർശ് തീർത്തും തന്നെ ചതിച്ചവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ ചതിയുടെ ഉത്തരവാദികൾ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ കണ്ടെത്തി മുത്തശ്ശൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദർശ് ആ തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് നയനിക്കൊക്കെ ഒരുപാട് വിഷമമാവുന്നുണ്ട്. എന്നാൽ ആദർശ് ഇറങ്ങി പോയി നേരെ തന്നെ തനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി തന്ന ഗ്രീനയെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിനായിട്ട് നന്ദുവിനെയും കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീനയെ കണ്ടെത്തി സത്യം തെളിയിക്കുന്ന എപ്പിസോഡുകൾ വരാനുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇറങ്ങി പൊയ്ക്കോളാൻ പറയുകയാണ്. ഏറ്റവും മുന്നിൽ ഇനി കണ്ടുപോകരുതെന്ന് ആദർശിനോട് പറയുക. അപ്പോൾ ആദർശ് ആകെപ്പാടെ വിഷമത്തിലാണെങ്കിൽ പോലും ആ തീരുമാനം എടുക്കുകയാണ്. നയനയോട് പറയുന്നുണ്ട്, നയനെ ഇനി ഞാനിവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. മുത്തശ്ശൻ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മുത്തശ്ശൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എനിക്ക് പറ്റിയ വലിയൊരു വീഴ്ച തന്നെയാണ്. ഇവിടുന്ന് മുത്തശ്ശൻ വേണ്ട ഉപദേശങ്ങളെല്ലാം തന്നാണ് എന്നെ വിട്ടത്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടെ ആ ഹോട്ടലിൽ വെച്ച് എനിക്ക് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി എനിക്ക് ജ്യൂസ് തന്നു. അത് ശരിക്കും സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആളായിരുന്നില്ല. അതെന്നെ ചതിക്കാൻ വേണ്ടി മറ്റാരോ ഏർപ്പാട് ചെയ്ത ആളായിരുന്നു. ആ ജ്യൂസിൽ എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മയങ്ങിപ്പോയത്. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അന്ന് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഗ്രീന എന്നാണ് പറഞ്ഞത്. സത്യമാണോ എന്നറിയില്ല. പക്ഷേ പാലക്കാടാണ് വീട് എന്നും സ്ഥിരമായിട്ട് അമേരിക്കയിലാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ടെത്തും. എന്തായാലും മുംബൈ വരെ പോകേണ്ട താമസമേ ഉള്ളൂ. ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ആദർശൻ ഈ അവസ്ഥയിൽ ഇവിടുന്ന് ഇറങ്ങി പോകരുത്. മുത്തശ്ശൻ അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് ആദർശൻ അറിയാമല്ലോ. അപ്പം പിന്നെ അതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിക്കണം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെങ്ങനെ പറ്റും നയനെ, ഞാൻ ചെയ്തത് തെറ്റാണ്. മുത്തശ്ശൻ ശരിയായ തീരുമാനം തന്നെയാണ് എടുത്തത്. അല്ലാതെ മുത്തശ്ശൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇറങ്ങി വെറുതെ പോവല്ല, സത്യം തെളിയിച്ച് എല്ലാം മുത്തശ്ശൻ്റെ മുമ്പിൽ അറിയിച്ചതിന് ശേഷം ഞാൻ തിരിച്ചെത്തും. അതുവരെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പം നയന് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അതിനൊന്നും വേണ്ടി സമ്മതിക്കില്ല ആദർശേട്ടാ അത് പറയാം. ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോകരുതെന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നീ കുറച്ചൊക്കെ ക്ഷമിക്കണം. നിന്നെ നോക്കാനും ഇവിടെ അമ്മയും മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നീ ഇനിയും മനസ്സ് വിഷമിപ്പിക്കരുത്. എന്നെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. അതിനായിട്ട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ദേവയാനിയെ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ നീ ഈ അവസ്ഥയിലാക്കി നയനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത്. ഞങ്ങളുടെയൊക്കെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് പോകരുത്. ബിസിനസ് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത് മോനെ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞത് അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടാവില്ല. നീ അത് കേട്ട ഉടനെ ഇങ്ങനെ ഇവിടുന്ന് കെട്ടും കിടക്കെ എടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന മറ്റെങ്ങോട്ടും അല്ല, ഞാൻ മുംബൈക്ക് പോവുകയാണ്. കാരണം എന്നെ അവിടെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തണം. ആ പെൺകുട്ടി ഇപ്പോഴും മുംബൈയിൽ തന്നെ കാണും. അവൾ പാലക്കാട്ടുകാരിയാണെന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അതിലൊന്നും സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റാരോ, ചിലപ്പം ജ്വല്ലറിക്കാർ തന്നെയായിരിക്കും ഇത് ചെയ്തത്. അവർ എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തതായിരിക്കും. ആ പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്തി എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. ഇതിൻ്റെ പുറകിൽ ആരാണേലും അവരുടെ മുഖംമൂടി എനിക്ക് വലിച്ചു കീറണം എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഈ ജ്വല്ലറിക്കാർ എന്തിനാണാവോ നമ്മളോട് ഇത്രയും ശത്രുത കാണിക്കുന്നത്? ഡീല് അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എങ്കിലും നിന്നെ ഇങ്ങനെ മയക്കി കിടത്തിയിട്ട് ചതിയിലൂടെ അത് നേടിയെടുത്ത് അവർ ഒരിക്കലും നല്ല ആളുകളല്ല മോനെ. അവരെ ഇനിയും നീ സൂക്ഷിക്കണം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഇപ്പം ഇങ്ങനെ ഒരു ചതി എനിക്ക് പറ്റി. ഇനിയും പല ചതികളും എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊക്കെ ഞാൻ തെളിയിച്ചിരിക്കും. ആരായാലും എന്നെ ചതിച്ചവരെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനൊരു തീരുമാനം ഇദ്ദേഹം എടുക്കണ്ടായിരുന്നു. കാരണം ആദർശന് അങ്ങനെ ഒരു ചതി പറ്റിയതാണ്. അല്ലാതെ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തതാണ്. പക്ഷേ ആ ജ്വല്ലറിക്കാർ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക.
അപ്പോൾ മുത്തശ്ശൻ പറയാം, ശരിയാ, അവന് ചതി പറ്റിയത് തന്നെയാണ്. അവൻ ബിസിനസ് ഇനിയും കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ചതി പല വഴിക്കും വരാം. ഇത്രയും നാളും വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ജ്വല്ലറിയും നമ്മുടെ ബിസിനസ്സും ഒക്കെ മുന്നോട്ട് പോയി അതുപോലെ എന്നും പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ ചതിക്കാൻ പതിഞ്ഞിരിക്കുന്ന ഒരേ ജ്വല്ലറി അല്ല, പലരും കാണും. അതിനെയൊക്കെ നേരിടാനും ആദർശിന് പ്രാപ്തി ഉണ്ടാവണം. കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പം കൂടുതൽ ശ്രദ്ധിക്കാൻ അവൻ പ്രാപ്തനാവണം. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ജ്വല്ലറിക്ക് ഇങ്ങനെ ഒരു നഷ്ടം, ഇങ്ങനെയൊരു മാനക്കേട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറേ ഭയങ്കരമായ അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മുടെ ജ്വല്ലറി കടന്നു പോകുന്നത്. അതിന് ആദർശിനും പങ്കുണ്ട്. അവൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെ ആദർശിൻ്റെ നേരെ അന്ന് കൈ ഓങ്ങണ്ടായിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനം അവനോട് ഇറങ്ങിപ്പോകാൻ പറയണ്ടായിരുന്നു. അവൻ ഇറങ്ങിപ്പോകാൻ റെഡിയായിരിക്കുകയാണ്. നയനമോളാണെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലിരിക്കുമ്പം ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് അറിയില്ലേ അങ്ങുന്നിന് എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അറിയാം, എനിക്കെല്ലാം അറിയാം. നയനമോളുടെയും ദേവയാനിയുടെയും ഒക്കെ മനസ്സ് എനിക്കറിയാം. അവരൊക്കെ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ആദർശിൻ്റെ നേരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ എനിക്ക് പറ്റില്ല. അവൻ തന്നെ അവൻ്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ. നമ്മുടെ ജ്വല്ലറിയെ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരട്ടെ. അതിനായിട്ട് അവൻ ശ്രമിക്കട്ടെ. എപ്പോഴും അവന് താങ്ങും തണലുമായിട്ട് ഞാനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവനെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് മുത്തശ്ശനും പറയണം. അങ്ങനെ ആദർശ് പോകാൻ റെഡിയായി ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാണ്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ പൊട്ടിക്കരയാണ്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ എപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കുമോ എന്താണെന്നൊക്കെ ചോദിക്കും. പറയാം, ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തോളാം. ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമൊന്നും അല്ലല്ലോ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ജീവിതത്തിൻ്റെ കൂടെ എനിക്ക് ചില കണക്കുകൾ കൂടി തീർക്കാനുണ്ട്. അതൊക്കെ തീർക്കണം എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ നീ സൂക്ഷിക്കണം, ചതി പല ഭാഗത്തുനിന്ന് വരാം എന്ന് പറയുക. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയുക. അങ്ങനെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആദർശ് ഇറങ്ങിയതിന് ശേഷം നയനയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് നയന നന്ദുവിനെ വിളിക്കുക. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, ആദർശേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി. ആദർശേട്ടനെ ആരോ ചതിയിൽപ്പെടുത്തിയതാ. അതുകൊണ്ടാണ് ആദർശേട്ടൻ അന്ന് ഉറങ്ങിപ്പോയതും ആ ഡീല് നഷ്ടപ്പെട്ടു പോയതും. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ പോയത്. ആരും ഒരു സഹായത്തിനില്ല. നീ ഒരു പോലീസ് ഓഫീസറല്ലേ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ആദർശേട്ടന് വേണ്ടി ചെയ്തു കൊടുക്കാം. പക്ഷേ ഇത് മുംബൈയിൽ നടന്ന ഒരു സംഭവമല്ലേ. മുംബൈയിൽ നടന്ന ഒരു സംഭവത്തിന് കേരള പോലീസ് നേരിട്ട് ഇപ്പം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ല, അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുമില്ല. പിന്നെ ആദർശേട്ടന് കേരളത്തിൽ വന്നു കഴിയുമ്പം എന്തൊരു പ്രശ്നം ഉണ്ടായാലും അതിന് ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പം നിന്നോളാം. ചേച്ചി പേടിക്കൊന്നും വേണ്ട, ആദർശേട്ടൻ എല്ലാം നേടിയെടുക്കും. ചതിച്ചവരെ ആദർശേട്ടൻ തന്നെ കണ്ടുപിടിക്കും. ഇങ്ങനെ അങ്ങ് വിഷമിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നന്ദുവും ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരെ മുംബൈയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആളുകളെ വിളിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അന്ന് ആ ഡീല് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ ആരോ ചതിയിൽപ്പെടുത്തിയതാണ്. ജ്വല്ലറിക്കാരാണോ അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ആരോ എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്ന് ഉറങ്ങിപ്പോയതാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ സമയത്ത് എത്താൻ പറ്റാതിരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ക്ലിയർ ആയിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വ്യത്യാസത്തിന് ജ്വല്ലറിക്ക് ആ ഡീല് കൊടുത്തില്ലേ നിങ്ങളെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഒരു ഡീല് നടത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പാരമ്പര്യവും പരിശുദ്ധിയുള്ള സ്വർണം നേരായ രീതിയിൽ വിൽക്കുന്ന നിങ്ങൾക്ക് അതിൻ്റേതായ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നയനാസ് കളക്ഷനിലെ ഡിസൈനുകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചവുമാണ്. പക്ഷേ ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യാൻ ആ സമയത്ത് ആദർശ് എത്താതിരിക്കുമ്പം പിന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന ജ്വല്ലറിക്കല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ നെറികേട് കാണിച്ച് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് ഒരു പരിചയമില്ല. അങ്ങനൊന്നും നേടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒന്നും നേടാനും ഒരു ഡീലും കൊടുക്കാനും ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ അവിടെ പരിഗണിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആദർശന് ഇങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എന്നെ ആരോ ചതിച്ചതാണ്. നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി, ഗ്രീന എന്നാണ് എന്നോട് പേര് പറഞ്ഞത്. ആ പെൺകുട്ടി എന്നെ വന്ന് ട്രീറ്റ് ചെയ്തതും എനിക്ക് ജ്യൂസൊക്കെ കൊണ്ട് തന്നതും. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ആ ജ്യൂസിൽ എന്തോ കലകി തന്ന് എന്നെ ചതിച്ചതാ. ആ പെൺകുട്ടി നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അല്ല, അത് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതല്ലേ. ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്റ്റാഫേ അല്ല. ഞങ്ങൾ അങ്ങനെ ഒരാളെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുമില്ല. അവിടെ വരുന്ന ബിസിനസ്സുകാർക്കും ജ്വല്ലറിക്കാർക്കും ഒക്കെ സ്വന്തമായിട്ടുള്ള അക്കോമഡേഷനൊക്കെ ആയിരുന്നു, അല്ലാതെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് തീർത്തും ഒരു ചതി തന്നെയായിരുന്നു, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ആ ഡീല് നഷ്ടപ്പെട്ടത് വഴി, ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഡീല് നഷ്ടപ്പെട്ടത് വഴി ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടവും ഞങ്ങളുടെ ജ്വല്ലറിയുടെ ഓഹരികളുടെ മൂല്യം ഇടിയും എല്ലാം ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതിൻ്റെ പിന്നിലെ ജ്വല്ലറിക്കാരാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നാളുമായിട്ട് ഞങ്ങളുമായിട്ട് അവർക്ക് നല്ല ശത്രുതയായിരുന്നു. അതിൻ്റെ പേരിൽ ദുബായിലും നാട്ടിലൊക്കെ ഒരുപാട് കളികൾ അവർ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ പറയാണ്, തീർച്ചയായും നിങ്ങളുടെ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കിട്ടില്ലേ അവിടെ പോയി? ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തൂ. ആരാണ് നിങ്ങളെ ചതിച്ചതെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. പോലീസിലൊരു കേസും ഒക്കെ കൊടുക്ക്. അതിൻ്റെ എല്ലാ റിപ്പോർട്ടുമായിട്ട് വന്നാൽ നമുക്ക് ഈ ഡീലിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറച്ച് വർഷത്തേക്കുള്ളൊരു ഡീലല്ലേ ഇത്, അതുകൊണ്ട് തന്നെ അവർക്കത് ആ ഡീല് ഞങ്ങൾക്ക് റദ്ദാക്കാനൊക്കെ പറ്റും എന്ന് പറയണേ. ഇനിയിപ്പോൾ ജ്വല്ലറിക്കാർ ചതിയിലൂടെയാണ് ആ ഡീല് നേടിയെടുത്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റദ്ദാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി എപ്പോഴും നേരായ മാർഗത്തിലൂടെ മാത്രമേ ഉള്ളൂ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇതൊരു ചതിയിലൂടെയാണ് അവർ ജ്വല്ലറിക്കാർ നേടിയെടുത്തതെങ്കിൽ അത് ഞങ്ങൾ റദ്ദാക്കുക തന്നെ ചെയ്തോളാം. അതുകൊണ്ട് നിങ്ങളുടെ നിരപരാധിത്വം ആദ്യം തെളിയിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ ആദർശ് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ എൻ്റെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പം ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവരുതെന്ന് പറയാണ്. അവർ ഓക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആദർശ് മുംബൈയിലെത്തുകയാണ്. ആ താമസിച്ച ഹോട്ടലിലെ CCTV വിഷ്വൽസ് ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടിരുന്നു, പക്ഷേ അത് ആരുടെ സ്റ്റാഫാണെന്നൊന്നും അറിയില്ല. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ അങ്ങനെ ഒരു അക്കോമഡേഷനോ അങ്ങനെ ഒരു ഫെസിലിറ്റിയോ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് നിങ്ങൾക്ക് തരാം, അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തിക്കോളാൻ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊരു മലയാളി പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും, അല്ലാതെ മറ്റൊരിടത്തും അല്ല, USA സ്ഥിര താമസമാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഗ്രീന എന്നാണ് പേര് പറഞ്ഞത്. പക്ഷേ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പെൺകുട്ടി US ആയിരിക്കില്ല. കാരണം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ സ്റ്റാഫ് അല്ലായിരുന്നു. പിന്നെ ജ്വല്ലറിക്കാരോ മറ്റാരെങ്കിലോ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഒരു മലയാളി പെൺകുട്ടി തന്നെയായിരിക്കും കേരളത്തിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ളവർ. അതുകൊണ്ട് ആ ഫോട്ടോയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങാമല്ലോ എന്ന് പറയാം. അങ്ങനെ CCTV വിഷ്വൽസ് എല്ലാം അയച്ചു കൊടുക്കുകയാണ് ആദർശിന്. അപ്പോൾ ആദർശ് നോക്കുമ്പോൾ ആ പെണ്ണെ മനസ്സിലായി കഴിയുമ്പം ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കേരള പോലീസിൻ്റെ സഹായം തന്നെ വേണമല്ലോ എന്ന് ആദർശ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദർശ് ആ വിഷ്വൽസ് എല്ലാം നന്ദുവിന് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്, നന്ദു എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇത് ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, അങ്ങനെയാണ് അവൾ പേര് പറഞ്ഞത്. യഥാർത്ഥ പേരാവാൻ യാതൊരു വഴിയില്ല. പക്ഷേ ഇവള് കേരളത്തിൽ എവിടെയോ ഉണ്ട്, മലയാളിയാണ്, പക്ഷേ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പാലക്കാട് എന്നാണ് സ്ഥലം പറഞ്ഞത്. ഈ വിഷ്വൽസ് വെച്ച് ഈ പെൺകുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കേരള പോലീസിന് സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ തീർച്ചയായിട്ടും അത് സാധിക്കും. ഇത്രയും നല്ലൊരു വിഷ്വൽസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ആ പെൺകുട്ടി എവിടെയുള്ളതാണെന്നും അവളുടെ ഉദ്ദേശം എന്തായിരുന്നെന്നും നോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും ആദർശേട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി, ഞാനിപ്പോൾ മുംബൈയിലാണ്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ സഹായം വേണം, നന്ദു ആ പെൺകുട്ടിയെ കണ്ടെത്തി തരണം എന്ന് പറയാം. നന്ദു പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ അന്വേഷിക്കാം, ഈ വിഷ്വൽസ് നമ്മുടെ സ്റ്റേഷനുകളിലേക്കെല്ലാം കൊടുക്കാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം, അങ്ങനെ ആ പെൺകുട്ടിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയണം. അങ്ങനെ നന്ദു ചെയ്യാണ് കേട്ടോ. ആ വിഷ്വൽസ് എല്ലാം പരിശോധിക്കുകയും ആ വിഷ്വൽസ് മറ്റുള്ള സ്റ്റേഷനുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ കിട്ടുകയാണ് കേട്ടോ. ഫേസ്ബുക്കിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ കിട്ടുകയാണ്. ഇതെല്ലാം നന്ദു പരിശോധിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരം, ഗ്രീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടുകയാണ്. അവൾ കേരളത്തിൽ തന്നെ പാലക്കാട് തന്നെയുള്ളൊരു പെൺകുട്ടിയാണ് എന്നും കുറച്ചൊക്കെ ഫ്രോഡ് താരങ്ങളുണ്ടെന്നും പഠിത്തത്തിനൊക്കെ ശേഷം ഒരു തൊഴിലന്വേഷകയും മോഡലും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്നും മയക്കുമരുന്ന് പോലെയുള്ള പല റാക്കറ്റിൻ്റെയും പിറകിലൊക്കെ ഉള്ള ആളാണ്, അത്ര നല്ല പന്തിയല്ല അവളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്നും അറിയണം. അങ്ങനെ അറിഞ്ഞതിന് ശേഷം അവളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാണ്. അപ്പോൾ ഏത് ജ്വല്ലറിയിലാണെന്ന് അന്വേഷിച്ച് കഴിയുമ്പം ജ്വല്ലറിയിൽ കേരളത്തിലെ ഒരു സ്ഥലത്ത് സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നന്ദു ആദർശിനെ അറിയിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പോൾ ജ്വല്ലറിക്കാരുടെ പണി തന്നെയായിരുന്നു, അവരുടെ സ്റ്റാഫ് തന്നെയായിരുന്നു ഈ പെൺകുട്ടി. ഒരു പക്ഷേ അവളെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യിച്ചത്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവൾ ചെയ്തതായിരിക്കും. എന്തായാലും അവളെ പിടിക്കണം, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്നും എന്നെ ചതിച്ചതാണെന്നുള്ളതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടണം. കിട്ടിയതിന് ശേഷം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ ഇത് അറിയിക്കുകയും വേണമെന്ന് പറയണം. അപ്പോൾ നന്ദു പറയണം, തീർച്ചയായും ആദർശേട്ടാ ഞാൻ സഹായിക്കാം, നമുക്ക് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ അവളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് തിരയുന്നത് കണ്ടിട്ട് തന്നെ നാഗേന്ദ്രയും അതുപോലെ അവന്തികയും കൂടെ സംസാരിക്കാനാണ്. അപ്പോൾ അവന്തിക നാഗേന്ദ്രയോട് പറയാം,
കണ്ടോ, ആദർശിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എനിക്ക് സന്തോഷമായതാ. എന്തായാലും ആദർശിൻ്റെ ആ പൊസിഷനിൽ എനിക്കൊന്നും ഇരിക്കാൻ പറ്റിയല്ലോ. പക്ഷേ ഇതേ ഇപ്പം കണ്ടോ അച്ഛൻ, അവൻ മുംബൈ പോയി ആ ഡീറ്റെയിൽസും ആ CCTV വിഷ്വൽസും എല്ലാം എടുത്തിട്ട് ഗ്രീനിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും തേടിയിരിക്കുക. അവനെ സഹായിക്കാൻ അവൻ്റെ ഭാര്യയുടെ അനിയത്തി ഉണ്ടല്ലോ നന്ദു, അവളും ഉണ്ട്. അവളെ എല്ലാ സ്റ്റേഷനിലും വിട്ട് വിവരങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഗ്രീനെക്കുറിച്ച് സകല ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പണി പാളുമല്ലോ അച്ഛാന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാം, ശരിയാ, നമ്മൾ ആ ചെയ്തതിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി. മുംബൈയിലെ ഹോട്ടലിലെ CCTV വിഷ്വൽസ് നമുക്ക് കൈക്കലാക്കണമായിരുന്നു. ഒരിക്കലും ആദർശനത് കൊടുക്കരുതായിരുന്നു. അപ്പോൾ ഉടനെ അവന്തികയും പറയാം, ശരിയാച്ചാ, നമുക്കവിടെ പിഴവ് പറ്റിപ്പോയി. നമ്മളത് ഇത്രയൊന്നും ചിന്തിച്ചില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയ നമ്മൾ അതുകൂടി ചെയ്യണമായിരുന്നു. ഇപ്പം കണ്ടില്ലേ അവനെല്ലാം നേടിയതായിട്ട്. എന്താ ഇനി ചെയ്യുക? ഇനിയിപ്പോൾ അവൻ്റെ സത്യാവസ്ഥയെല്ലാം അവൻ പറയും. മൂർത്തീസ് ജ്വല്ലറിയിലും തിരിച്ചു കയറും. മുത്തശ്ശൻ അവനെ വീട്ടിൽ കയറ്റും. അതുപോലെ തന്നെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അവൻ ആ ഡീല് കൊടുക്കും. അവർ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ആ ഡീൽ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെളിവ് സഹിതം ചെന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഗ്രീനെ അവന് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല എന്ന് പറയണം. അപ്പം നാഗേന്ദ്ര പറയാ, ശരിയാ, ഗ്രീനെ ഇനി അവന് കിട്ടരുത്. നമുക്ക് ഗ്രീനിയെ ഒളിപ്പിക്കണം. എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് മാറ്റണം. അവളുടെ കൈ കിട്ടിയാലല്ലേ ഉള്ളൂ അവളുടെ മൊഴി എടുക്കുള്ളൂ. ഇതിപ്പം അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു അച്ഛാ. ഗ്രീനയെ ഇപ്പം തന്നെ അവർ കൈക്കലാക്കി കാണും. എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. അവൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും. അതിന് ആ നന്ദു മിടുക്കിയാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയുന്നുണ്ട്, ഇനിയിപ്പം ഗ്രീനെ അവർ പിടിക്കുകയാണെങ്കിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. ഇപ്പം തന്നെ വലിയൊരു നഷ്ടം മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അപമാനവും ഉണ്ടായിട്ടുണ്ട്. നമ്മളാണ് AM ജ്വല്ലറിയുടെ ആളുകളെന്ന് ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. AM ജ്വല്ലറിയുടെ MD ഇപ്പോഴും ഡേവിഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിലൊരു കളി കളിക്കാം. ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ആവും. നമ്മൾ കളിച്ചതും ഒരു നല്ല കളി തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കുക. എന്നാലും അച്ഛാ, ആ ആദർശിന് എന്തെങ്കിലും ചെയ്തൊന്ന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ആവില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് പറയുമ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, മോളെ, ഇതിപ്പോൾ അവൻ പിടിക്കപ്പെട്ടാലും അവൻ തിരിച്ച് അനന്തപുരിയിൽ കയറിയാലും അവനെ ചതിച്ച് വീഴ്ത്താനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തപുരിക്കാർക്ക് എന്നേക്കുമായിട്ട് കണ്ണീരുണ്ടാകാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാണ്. അതേസമയം നന്ദുവും ആദർശും ഒക്കെ കൂടി ഗ്രീനയെ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഗ്രീനയെ കുറിച്ചിട്ട് വിവരം കിട്ടുകയാണ് കേട്ടോ. പാലക്കാട് ശാഖയിൽ AM ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നേരെ നന്ദുവും പോലീസുകാരും AM ജ്വല്ലറിയിൽ ചെല്ലുകയാണ്. AM ജ്വല്ലറി വളയാണ്. അപ്പോഴേക്കും ആദർശും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ നന്ദു അകത്ത് കയറുകയാണ്. ആരാണ് ഗ്രീന എന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രീനയെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നാഗേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അത് ഗ്രീനയെ കാണിച്ചു കൊടുക്കുകയാണ് സ്റ്റാഫ്. അപ്പോൾ പെട്ടെന്ന് ഗ്രീന ഇറങ്ങി ഓടുകയാണ്. ഗ്രീനയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. ആദർശും കൂടെയുണ്ട്. അതുപോലെ തന്നെ നന്ദുവും പോലീസുകാരും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗ്രീനയ്ക്ക് കാര്യം പിടികിട്ടുക. ഗ്രീന അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴേക്കും നന്ദുവും പോലീസുകാരും കൂടി ഓടിച്ചിട്ട് ഗ്രീനയെ പിടിക്കുകയാണ്. അപ്പോൾ ഗ്രീന കുതറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശം മുമ്പിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടി ഗ്രീനെ, നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ആരായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ? AM ജ്വല്ലറിക്കാരാണല്ലേ? AM ജ്വല്ലറിക്ക് വേണ്ടി നീ എന്നെ ചതിച്ച് അത്രയും വലിയൊരു ഡീല് എനിക്ക് നഷ്ടപ്പെടുത്തുമായിരുന്നല്ലേ? നിനക്കറിയോ മൂർത്തീസ് ജ്വല്ലറിക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടായതെന്ന്? എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? നീ അകത്ത് കിടന്ന് അഴിയണമെന്ന് ആദർശ് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാ, ഇതിൻ്റെയൊക്കെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയാവോ? ആൾമാറാട്ടവും ചതിയും ഒക്കെ നടത്തി മുന്നോട്ട് പോകാമെന്നാണോ നീ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗിരീന പറയാം, ദേവേത് എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് വീട്ടിലേക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അമ്മയൊരു രോഗിയാണ്. ഇതൊക്കെ കാരണം പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അതിൻ്റെ കൂടെ AM ജ്വല്ലറിക്കാർ പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. എനിക്ക് പണം കൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. ഈ ഒരു കാര്യം ചെയ്തത് വഴി എനിക്ക് കുറേ പണം തരാമെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാനത് ചെയ്തു. ചതിയാണ്, വഞ്ചനയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ അവസ്ഥ ആർക്കും അറിയില്ല. വീട്ടിലൊരു നേരം അന്നം കിട്ടിയില്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളപ്പം എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ശരിക്കും സാറിനെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഗ്രീനയും അങ്ങ് ഭയങ്കരമായിട്ട് സെൻറ്റി അടിച്ച് കരയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് പണത്തിന് വേണമെങ്കിൽ നീ ജോലി ചെയ്തുണ്ടാക്കണം, അല്ലാതെ ഇതുപോലുള്ള ചതിയന്മാർക്ക് നിന്ന് മറ്റുള്ളവരെ ചതിക്കുകയല്ല ചെയ്യേണ്ടത്. നീ ചെയ്ത ചതിയുടെ ഫലം ഞാനല്ലേ അനുഭവിച്ചത്. അതുകൊണ്ട് നീ ഇനി അകത്ത് കിടന്ന് അഴിയണമെന്ന് പറയുമ്പം പറയാണ്, ഞാൻ എവിടെ വേണേലും മാപ്പ് പറയാം.
എവിടെ വേണേലും മൊഴി തരാം. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിച്ച് സത്യാവസ്ഥയെല്ലാം ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടണം, ഇനി എന്നെ ജയിലിൽ അടയ്ക്കരുത്. എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുന്നതാണ്, ആരും ഒരു തുണയില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഗ്രീന പറയുക. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ആ ഗ്രീനയുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഗ്രീന എല്ലാം ചെയ്തത് തെറ്റായി പോയി എന്നുള്ള വിവരങ്ങളെല്ലാം അതിലൂടെ പറയുകയാണ്. അങ്ങനെ അത് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ CCTV വിഷ്വൽസ്, എല്ലാ തെളിവുകളും അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് മനസ്സിലാകുകയാണ് കേട്ടോ ആദർശിൻ്റെ നിരപരാധിത്വം, അതുപോലെ AN ജ്വല്ലറിക്കാരുടെ ചതിയും മനസ്സിലാകുകയാണ്. അങ്ങനെ ചതിയിലൂടെ AN ജ്വല്ലറിക്കാർ ഇതെല്ലാം നേടിയത് കൊണ്ട് തന്നെ അതെല്ലാം തിരിച്ചെടുക്കാനും ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി. അങ്ങനെ ആദർശ് തിരിച്ചു വരുമ്പോഴേക്കും ആ ഡീല് സ്വന്തമാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അനന്തപുരിയിലേക്ക് വരികയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്